ഷാജേട്ടാ നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. വീണ്ടും വന്നു. ഇന്നോവ സ്റ്റോക്ക് ഉണ്ടല്ലേ? 15 മോളിലെ 14 രണ്ടെണ്ണം. 14 ഉണ്ട്, 15 വേറെ സ്റ്റോക്ക് ഉണ്ടല്ലേ? ഇഷ്ടംപോലെ കിടപ്പുണ്ടല്ലേ? ഓണമായ കാരണം ഓഫറിന് കൊടുക്കുക. എല്ലാ ഓഫറും കൊടുക്കുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഇത് 2014 G4 വണ്ടി. 14 G4 അല്ലേ? അതെ. ABS, എയർ ബാഗ്, പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് എല്ലാം ഉള്ള വണ്ടി. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ നമുക്ക് ഒരു വണ്ടിക്ക്, ഞങ്ങളുടെ വണ്ടിക്ക് പറയാനൊക്കെ എല്ലാം ഇപ്പോഴത്തെ കിടക്കുന്ന 160 താഴെ കിടക്കും. ഓണർഷിപ്പ് എല്ലാം സെക്കൻഡ് ഓണർ, എല്ലാം ഡയറക്റ്റ് രജിസ്റ്റേർഡ് ഓണർ മേടിക്കുന്ന വണ്ടി. ഹൈദരാബാദ് റീ വണ്ടിയാണ്. അവിടെ സിംഗിൾ ഓണർ വണ്ടി അല്ല, അവിടെ സിംഗിൾ ഓണർ, ഇവിടെ സെക്കൻഡ് ഓണർ. ഓക്കെ. വണ്ടിക്കകത്ത് പെൻഡിംഗ് വർക്ക് എന്തെങ്കിലും? നിലവിലൊന്നുമില്ല. ചെറിയ റീപെയിന്റ് ഉണ്ട്, ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ടല്ലോ? ഫ്രണ്ട് ഗ്ലാസ് ബാക്ക് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ? ഒന്നുമില്ല. മേയർ തട്ടമുട്ട അങ്ങനെയൊന്നുമില്ല. ഇന്നോവ G4 14 വണ്ടി അല്ലേ? 14 വണ്ടി. ക്രിസ്റ്റാടെ സീറ്റ് കവറും ഒക്കെ ചെയ്താ അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കിയേ, നീറ്റാട്ടോ. സീറ്റ് കവറൊക്കെ നമ്മൾ ചെയ്തത്? അതെ, നമ്മൾ ചെയ്തല്ല, കസ്റ്റമർ ഉണ്ടായിരുന്നല്ലേ? ഈ സ്റ്റിയറിംഗ് എന്നാ? അത് സ്റ്റിയറിംഗ് സെറ്റിന്റെ വോളിയം കൂട്ടാനും വേണ്ടി രണ്ടാമത് അഡീഷണൽ ചെയ്തേക്കുന്നല്ലേ? ഫീഡ് ചെയ്തേക്കുന്നല്ലേ? അതെ. ഓക്കെ. ഇപ്പൊ ഡാഷൊക്കെ നീറ്റാ. വേറെ പണികളോളം പുതിയ സീറ്റ് കവർ, റൂഫ് എല്ലാം നല്ല വൃത്തിയാണ്. സെക്കൻഡ് റോ നോക്കിയാലും വേറെ വിഷയങ്ങളൊന്നുമില്ല, നീറ്റാട്ടോ. അപ്പോൾ ഇതൊക്കെ അകത്തെ കാഴ്ചകൾ. ടൊയോട്ടയുടെ ഒറിജിനൽ ബോണിറ്റാണ്. പ്രശ്നങ്ങളൊന്നുമില്ല, തട്ടമുട്ടോ ആക്സിഡൻ്റോ ഒന്നുമില്ല. ഇവിടെ അകത്ത് 2 പെയിന്റ് അടിച്ചിട്ടുണ്ട്, 2 സൈഡിലും. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടാ ഓക്കെ ചെയ്തോ. എല്ലാം ടച്ചിങ്ങും പോളിഷും എല്ലാം കഴിഞ്ഞിട്ടേക്കുന്ന വണ്ടിയാണ്. പിന്നെ 14 വണ്ടിയല്ലേ, 11 വർഷത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഇത് കാണുന്നങ്ങനെ. നമ്മൾ തനിപ്പുത്തൻ വണ്ടി വിൽക്കുന്നവരല്ല, പഴയ വണ്ടി വിൽക്കുന്നവരാതെ. ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു പുറത്തെ കാഴ്ചകൾ. എടുത്താക്കിനി വേറെ പണിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട, ഓടിക്കുക. ഇന്റർകൂൾഡ് എഞ്ചിനാണ് വണ്ടി, 14 മോഡൽ വണ്ടി. ഇതിന് ഞാൻ പറഞ്ഞില്ലേ, ഓണം ആയതുകൊണ്ട് വളരെ വില കുറച്ച് കൊടുത്തു. 7.5 ലക്ഷം രൂപ കൊടുത്തേക്കാം. 7.5 ലക്ഷം രൂപ കൊടുത്തേക്കാം. 14 വണ്ടി ഇന്റർകൂൾഡ് വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടി. വണ്ടി 100% എഞ്ചിൻ ഗിയർ ബോക്സ് 16 ഇഞ്ച് ടയർ ഇട്ടേക്കുന്നത്. ഈ ക്രിസ്റ്റാടെ ടയർ ഇട്ടേക്കുന്നത് ഈ വണ്ടിക്ക്. പേപ്പറൊക്കെ എന്തുകൊണ്ട്? പേപ്പർ ഇപ്പം ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ്. 14 വണ്ടി പുതിയ പേപ്പറാണ്. ഈ 9-ാം മാസം വരെ ടാക്സ് എല്ലാം അടച്ചേക്കുന്ന വണ്ടിയാണ്. 25 9-ാം മാസം വരെ. ഇൻഷുറൻസ് ഒക്കെ 1 കൊല്ലത്തേക്കുണ്ട്. ഈ വണ്ടിക്ക് ലോൺ കയറില്ല ഷാജേട്ടാ? ലോൺ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ഒരു 6 രൂപ വരെ കയറും. 6 വരെ കയറും അല്ലേ? അപ്പോൾ ഒരു 1.5 രൂപ കൊണ്ട് വണ്ടി കൊണ്ടോ അല്ലേ? 1.5 രൂപ കൊണ്ട് സിവിൽ സ്കോർ ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇല്ല. ഇനി ഈ വണ്ടിയിലേക്ക് വരാം. ഏതാ മോഡൽ? 14 മോഡൽ G4. ഇത് ഇന്റർകൂളർ ആണോ? ഇന്റർകൂൾഡ് എഞ്ചിൻ, എല്ലാം ഇന്റർകൂൾഡ് എഞ്ചിനാണ്. അല്ലേ? വണ്ടിക്ക് എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ? നിലവിലൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്, അത് മാറി കൊടുക്കൂല്ലേ? വേണമെങ്കിൽ മാറിക്കൊടുക്കും. അല്ലാണ്ട് വേറെ മേലുള്ള ഒന്നുമില്ല. വണ്ടി നല്ല വണ്ടിയാണ്. ആക്സിഡന്റ് ബോണിറ്റ് ഒന്നും മാറിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. സർവീസ് കഴിഞ്ഞിട്ടേക്കുമല്ലേ? എല്ലാം നല്ല വൃത്തിയായിട്ട് ഇന്ത്യയിൽ വാഷും പോളിഷും എല്ലാം ചെയ്തിട്ട് സർവീസ് ചെയ്താൽ മതി. ഇത് എവിടെ? എല്ലാം ഹൈദരാബാദ് അല്ലേ? അവിടെ ഓടി വന്ന വണ്ടിയാണ്. ബൈ റോഡ് വഴി ഓടിച്ച വണ്ടിയാണ് അല്ലേ? ഓക്കെ. എല്ലാ വണ്ടിയും അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. വേറെ ബോഡിക്കതാണല്ലോ, വേറെ വർക്കൊന്നും പെൻഡിങ് ഇല്ല. കണ്ടോ, നീറ്റാട്ടോ. ബാക്കിയാണെങ്കിലും ഈ വണ്ടിയാണെങ്കിലും ആ വണ്ടിയാണെങ്കിലും നീറ്റായിട്ട് കിടക്കുക. ഇന്റീരിയറൊക്കെ സീറ്റ് കവർ ഇട്ടേക്കുന്നേ ഉള്ളൂ മണ്ടയ്ക്ക്, നല്ല സീറ്റ് അടി കിടക്കുന്നുണ്ട്. അല്ലേ? ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു ഫുൾ പുറത്തെ കണ്ടീഷൻ. ഇന്റീരിയർ നോക്കിയാലും ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ്. ഒറിജിനൽ സീറ്റിന്റെ പുറത്ത് 2ാമത് കവർ ഇട്ടേക്കുന്നേ ഉള്ളൂ. 8 സീറ്റ് വണ്ടിയാണ്. ഹൈദരാബാദ് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ നമുക്ക് ജെന്യൂൻ പറയാൻ അത് കിടക്കുന്നതുകൊണ്ട് 1.5 കിലോമീറ്റർ. നിങ്ങൾ എഞ്ചിനും ഗിയർ ബോക്സിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഷോറൂമിൽ കൊണ്ട് പണി പൈസ തരും. എഞ്ചിനും ഗിയർ ബോക്സിന് മാത്രം. റൂഫൊക്കെ അന്നേരം നല്ല നീറ്റാണ്. TV ഉണ്ട്, LCD TV ഉണ്ട്, എല്ലാം ഓക്കെ അല്ലേ? എഞ്ചിൻ ബോണിറ്റ് നോക്ക്, ടൊയോട്ടയുടെ എംബ്ലം ഉള്ളതാണ്. ഒറിജിനൽ ബോണിറ്റാണ്. പൊട്ടിയുടെ കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. അപ്രാമകാലം നീറ്റ്, അപ്രാമ കാര്യങ്ങളെല്ലാം. ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ബൈ റോഡ് വഴി വരുന്ന വണ്ടി ആക്കണം. നമുക്ക് ഇതിൻ്റെ എന്ത് വേലും പ്രശ്നം കൊണ്ട് നമുക്ക് തീർത്തേ കൊടുക്കത്തുള്ളൂ. 100% എല്ലാം 1800, 2000, 2200 കിലോമീറ്റർ ബൈ റോഡ് വഴി ഒരു ഡ്രൈവറേലും കൊടുക്കത്തില്ല. നമ്മൾ തന്നെ ഓടി വരുന്ന വണ്ടിയാണ്. ഒന്ന് റേസ് ചെയ്യാവോ? ഓക്കെ. അപ്പോൾ ഈ വണ്ടി ലാസ്റ്റ് എന്നായിട്ട് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 8 രൂപയാണ് ചോദിക്കുന്നത്. ദീപുവിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടുവരുന്നവർക്ക് ഓണം ആയതുകൊണ്ട് വളരെ ഓഫർ കൊടുക്കും. വണ്ടി ഒരുപാട് കിടപ്പുണ്ട്, അതുകൊണ്ട് വില പേശി ആരും പോകത്തില്ല. അടുത്ത വണ്ടി ഇത് 2015 വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടിയാണ്.
ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല, ഫ്രണ്ട് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടില്ല. ഒറിജിനൽ പെയിൻറ്റ് വണ്ടി. ബമ്പറൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് അവിടെ സിംഗിൾ ഓണർ വണ്ടിയല്ലേ? അവിടെ സിംഗിൾ ഓണർ. ഇപ്പം എൻ്റെ പേര് സെക്കൻഡ് ഓണർ. അതെ അതെ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ നമുക്ക് ജെന്യൂൻ പറയാനൊക്കെ ഇതിനകത്ത് കിടക്കുന്നത് 1.40 കണ്ടാ കിടക്കുന്നത്. അതായിരിക്കത്തില്ല. എഞ്ചിനും ഗിയർ ബോക്സ് ഗ്യാരണ്ടി എഞ്ചിൻ ഗിയർ 100% ഗ്യാരണ്ടിയാണ് വണ്ടിക്ക്. മെക്കാനിക്കൽ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ക്വാളിറ്റി വണ്ടിയാണ്. 9ാം മാസം വരെ ഇപ്പോൾ ടാക്സ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. പാർട്ടിയുടെ പേരിലായി കൊടുക്കാം, പെർമിറ്റ് വേണേൽ പെർമിറ്റ് കൊടുക്കാം, പ്രൈവറ്റ് വേണേൽ പ്രൈവറ്റ് കൊടുക്കാം. തട്ടമുട്ട ആക്സിഡന്റ് ഒന്നുമില്ല. ഫൈനാൻസ് ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. 15 വണ്ടി ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഫൈനാൻസ് കിട്ടും. സെക്കൻഡ് ഓണർ ആയതുകൊണ്ടും ഫൈനാൻസ് ഇഷ്ടം പോലെ കിട്ടും. എടുക്കുക ഓടിക്കുക, ഓടിക്കുക, പോവാം. ഡീസൽ തന്നെ കാറ്റാങ്കി ഡീസൽ കാണാൻ വണ്ടിക്കകത്ത്. അപ്പോൾ ഞാൻ വണ്ടി മൊത്തം കാണിച്ചു തരാം. 15 വണ്ടി കേട്ടോ. എല്ലാം സീറ്റ് രണ്ടാമത് ചെയ്തേക്കാം. റീപ്ലേസ് ഇല്ല. ഒന്നും മാറിയിട്ടില്ല, കണ്ടില്ല. ശരിയാ, ഫുൾ ഒറിജിനൽ വണ്ടി. കമ്പനി പെയിന്റ് കിടക്കുന്ന വണ്ടി. 15 വണ്ടി അടിയിലത്തെ ആണെങ്കിൽ പോലും കമ്പനി പെയിന്റ് കിടക്കുന്നത്, മൽക്കാണ്ട് അടിയിൽ പോലും. ടയറൊക്കെ ടയർ അതൊരു 50% ടയറുണ്ടല്ലേ. ഇന്റീരിയറിലേക്ക് പോയാലും നീറ്റല്ല വണ്ടി. ഇന്ത്യയിൽ നീറ്റാണ്. 2 എയർ ബാഗ് ഉണ്ട്. സ്റ്റിയറിംഗിൽ എയർ ബാഗ് ഉണ്ട്. പിന്നെ ഡാഷ്ബോർഡിൽ എയർ ബാഗ് ഉണ്ട്. നല്ലൊരു സെറ്റുണ്ട്. ടൊയോട്ടയുടെ ഒറിജിനൽ സെറ്റാണ് ഇരിക്കുന്നത്. അപ്പോൾസറി നല്ലതാണ്. സീറ്റ് രണ്ടാമത് കവർ ഇട്ടിട്ടുണ്ട്. പിന്നെ 2015 വണ്ടിയാണ്. 10 കൊല്ലം ഓടിയ വണ്ടിയാണ്. അതിൻ്റെ ആയിട്ടുള്ള പഴക്കം തോന്നിക്കും വണ്ടി. സെക്കൻഡ് റോ നോക്കിയാലും നീറ്റാട്ടോ. വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. സീറ്റ് കവർ ഒന്നും മാറാൻ നിൽക്കണ്ടല്ലേ. ഒറിജിനൽ സീറ്റ് അടിയിൽ കിടക്കുവാന്നേ. രണ്ടാമത് കവർ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ തന്നെ. അപ്പോൾസറി ആണെങ്കിലും നല്ല പുത്തൻ അപ്പോൾസറി കിടക്കുന്നത്. എഞ്ചിൻ റൂം ഒന്നുണ്ടല്ലോ. എഞ്ചിൻ റൂമൊക്കെ അങ്ങനെ ടൊയോട്ടയുടെ മോണിറ്റർ ഒറിജിനൽ. ഒരു അപ്രാം പൊട്ടിക്കുകയോ ഫെൻഡർ പൊട്ടിക്കുകയോ ഫെൻഡർ മൽക്കാട് പൊട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഈ ടൊയോട്ടയ്ക്കൊക്കെ പറഞ്ഞാൽ ഒരു 3 കൊല്ലം കൂടെ ബാറ്ററി മാറി കൊടുക്കുക, ഓയിൽ മാറുക, അല്ലാതെ വേറെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇൻ്റർകൂൾഡ് എഞ്ചിനാണ്. 15 മോൾ ഇൻ്റർകൂൾഡ് എഞ്ചിനാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമോ? പയ്യൊന്ന് റേസ് ചെയ്യാമോ? മതി. 2015 മോഡല് സെക്കൻഡ് ഓണർ G4 ഗ്ലാസ് മാറാത്ത വണ്ടി. ലാസ്റ്റ് നാല് കൊടുക്കും. നമ്മൾ 8 രൂപയാണ് ചോദിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വണ്ടി കിടക്കുന്നതുകൊണ്ട് ആദ്യം ഒന്ന് വില പറയുവാണെങ്കിൽ വില ഒത്തിരി കുറച്ച് കൊടുക്കാം. അല്ലേ? എന്നാൽ എത്ര കൊടുക്കും? വന്ന് കസ്റ്റമർ കാണട്ടെ. അവരെ നിരുത്സാഹപ്പെടുത്തത്തില്ല. 8 രൂപ 8 രൂപ റെഡി കാശ് ഇന്ന് നാളെ തരുവാണെങ്കിൽ കൊടുക്കുന്നത്. വണ്ടി തന്നെ ലോൺ കയറും. നല്ല കസ്റ്റമറാണ്. 8 രൂപയും ലോൺ ഫുൾ ലോൺ കയറും. പിന്നെ ഫുൾ ലോൺ. ഇവർക്ക് സിബിൽ സ്കോർ ഉണ്ടെങ്കിലേ കയറത്തുള്ളൂ കേട്ടോ. അല്ല നമ്മൾ 8 രൂപ ഞാൻ തരാമെന്ന് പറയത്തില്ല. കമ്പനിക്കാരാണ് തരുന്നത്. അവരതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ തരത്തുള്ളൂ. പിന്നെ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഹൈദരാബാദ് റീ ആണ്. 9ാം മാസം വരെ ടാക്സ് പേപ്പർ എല്ലാം കറണ്ടാണ്. ഇൻഷുറൻസ് അടുത്ത കൊല്ലം വരെ ഉണ്ട്. വണ്ടി സർവീസ് ചെയ്താൽ മതി. 3 വണ്ടികളും അല്ലേ? വേറെ ഒന്നുമില്ല. ഒരു കുഴപ്പമില്ല. നീറ്റ് വണ്ടികളാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞേ. ഇത് റാന്നിയിലാണ്. പനവേൽ ലോട്ടോസ് റാന്നി, പത്തനംതിട്ട ജില്ലയ്ക്കകത്ത്. ഫോൺ നമ്പർ 9447024466. ഓക്കെ ചേട്ടാ. ഓക്കെ ബൈ. ഹാപ്പി ആണോ? ഓക്കെ, താങ്ക് യു.